ഇന്നലെയും നല്ല മഴ അനുഭവപ്പെട്ടിരുന്നു. ഇപ്പോൾ പാലം നിർമ്മിക്കുന്ന സൈന്യം പാലം ഭാഗത്താണ് ഞാനും ഉള്ളത്. ഇതിന്റെ ജോലികൾ ഊർജിതമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം, നിരവധി സൈനികരാണ് ഒരേ സമയം നിന്നുകൊണ്ട് തന്നെ പാലം പണി നടത്തുന്നത്. ഇന്നലെ രാത്രി മുഴുവൻ ഇവർ ഇതിന്റെ ജോലിയിലായിരുന്നു. വീണ്ടും ഈ ജോലികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഈ പാലത്തിന്റെ നിർമ്മാണം ഏകദേശം പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ ഉപകരണങ്ങൾ, ഈ പറയുന്ന മണ്ണുമാന്തി അടക്കമുള്ള ഉപകരണങ്ങൾ, കൂടുതൽ ഉപകരണങ്ങൾ അപ്പുറത്തേക്ക് എത്തിച്ച് കൂടുതൽ ഊർജിതമായ രക്ഷാപ്രവർത്തനത്തിന് കഴിയും. അതിനെ എത്രയും പെട്ടെന്ന് ഈ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകണം. അത് കഴിഞ്ഞാൽ കൂടുതൽ ട്രക്കുകളും മറ്റ് മറ്റ് തിരച്ചിലിനായുള്ള ഉപകരണങ്ങളും ഒക്കെ തന്നെ എത്തിക്കാൻ കഴിയും. നിലവിൽ ഏറ്റവും പ്രതിസന്ധി എന്ന് പറയുന്നത് മുണ്ടക്കൈ ഭാഗത്തേക്ക് പോകാനുള്ള ഒരു ആക്സസ് പൂർണ്ണമായും, അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള ആക്സസ് ആണ് ഒരു പ്രശ്നമായി നിലനിൽക്കുന്നത്. ഇപ്പോഴും പുഴയിൽ വെള്ളം കൂടുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങോട്ട് പോകാൻ കഴിയാത്ത, താൽക്കാലികമായി നിർമ്മിച്ച പാലത്തിന് മുകളിലൂടെ വെള്ളം വരുന്ന ഒരു സ്ഥിതിയുണ്ട്. അങ്ങോട്ട് പോകാൻ കഴിയാത്ത ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഈ പാലത്തിന്റെ സൈന്യം നിർമ്മിക്കുന്ന ഈ പാലത്തിന്റെ ജോലി എത്രയും പെട്ടെന്ന് കഴിഞ്ഞാൽ മാത്രമേ കൂടുതൽ ഊർജിതമായി തന്നെ രക്ഷാപ്രവർത്തനം നടക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ സൈനിക ഉദ്യോഗസ്ഥർ ഇവിടെ നിന്ന് മാറണം എന്നുള്ളത് നമ്മളോട് പറയുന്നുണ്ട്. കാരണം ഇവരുടെ ജോലിയെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അല്പം മാറി നിൽക്കണമെന്ന് സൈന്യവും പോലീസ് ഉദ്യോഗസ്ഥരും നമ്മളോട് പറയുന്നുണ്ട്. നമുക്ക് ആ നിർദ്ദേശങ്ങൾ കൂടി കേൾക്കേണ്ടതുണ്ട്. കാരണം ഈ ജോലിയുടെ വളരെ പെട്ടെന്ന് ഈ പാലം പൂർത്തിയായാൽ, അല്ലെങ്കിൽ ഈ പാലത്തിന്റെ നിർമ്മാണം ഏകദേശം പൂർത്തിയായാൽ മാത്രമേ മറ്റ് രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി കൂടുതൽ ഉദ്യോഗസ്ഥർക്കും കൂടുതൽ ആളുകളിലേക്കും അക്കരയിലേക്ക് കടക്കാൻ കഴിയും. നിലവിലിപ്പോൾ താൽക്കാലികമായി നിർമ്മിച്ച പാലത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് അതിന് മുകളിലൂടെ വെള്ളം വരുന്ന ഒരു സ്ഥിതിയാണ്. ഒട്ടും ആശാവാഹമല്ല ആ കാര്യങ്ങൾ, ആ പാലത്തിന്റെ സ്ഥിതി. അത് മാത്രവുമല്ല, ശക്തമായ മഴ പെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. രാത്രിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോഴും ഈ പ്രദേശത്ത് ചാറ്റൽ മഴ തുടരുന്ന ഒരു സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ പുഴയിൽ വെള്ളം കൂടുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നു. ഈ സാഹചര്യത്തിൽ ഈ പാലത്തിന്റെ നിർമ്മാണത്തിലാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കാരണം കൂടുതൽ ഹിറ്റാച്ചികൾ, അതോടൊപ്പം തന്നെ കൂടുതൽ ട്രക്കുകൾ, ഇതൊക്കെ തന്നെ അപ്പുറത്തേക്ക് എത്തിക്കണമെങ്കിൽ, മുണ്ടക്കൈ മേഖലയിലേക്ക് എത്തിക്കണമെങ്കിൽ ഈ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിന്റെ നിർമ്മാണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഈ നിർമ്മാണം പൂർണ്ണമായി പൂർത്തിയാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഗോകുലാണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക് ഗോകുൽ അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ, ആ കാഴ്ചകൾ നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ട്. സൈന്യം എത്രത്തോളം ശ്രമകരമായൊരു ദൗത്യമാണ് ആ ചൂരൽ മലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. നേരത്തെ രാഗിൻ സംസാരിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു, രാത്രി മഴയുണ്ടായിരുന്നു, ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട്. പക്ഷേ അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് അത്രയും ദുഷ്കരമായൊരു ദൗത്യം ആ ബേലി പാലം നിർമ്മിക്കുക, അത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. കാരണം ഈ കാണുന്ന ഇത് ഒരു ഭാഗത്ത് മാത്രമാണ് മണ്ണുള്ളത്, മറുഭാഗത്ത് മണ്ണ് പോലുമില്ല. അവിടെ പാറക്കല്ലുകൾ ഇട്ട് വേണം ഈ പാലം ഉറപ്പിക്കാൻ. അത്രയധികം പ്രയാസം, ദുഷ്കരമായൊരു ദൗത്യമാണ് അവിടെ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്നലെ മഴ പെയ്യുന്ന സമയത്ത് പോലും, അത്രയും ശക്തമായ മഴ പെയ്യുമ്പോൾ പോലും ഈ പണി നിർത്താതെ അവർ മുന്നോട്ട് പോവുകയായിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കടപ്പെട്ടിരിക്കേണ്ടത് നമ്മുടെ സൈന്യത്തോടും നമ്മുടെ സേനകളോടുമാണ്. എന്തുകൊണ്ടെന്ന് നമുക്ക് ഈ ദൃശ്യങ്ങൾ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. ഒരു ദുരന്ത മുഖത്ത് അവർ ചെയ്യുന്ന സേവനം അത് ആണ് നമ്മളാക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ഈ കനത്ത മഴയിലും അവിടെ വെളിച്ചം വീണിട്ടില്ല. പക്ഷേ എന്നിട്ടും അതിനെത്രയോ മുൻപ് അവരുടെ ദൗത്യം, അവരുടെ ജോലി അവർ തുടങ്ങിയിട്ടുണ്ട്. നിസ്വാർത്ഥമായ സേവനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് മുണ്ടക്കൈയിലേക്ക് യാത്രാ സംവിധാനങ്ങൾ എത്തേണ്ടതുണ്ട്, യന്ത്രങ്ങൾ എത്തേണ്ടതുണ്ട്, മനുഷ്യർക്ക് എത്തേണ്ടതുണ്ട്, രക്ഷാപ്രവർത്തകർക്ക് എത്തേണ്ടതുണ്ട്. അതിന് ഈ ബേലി പാലം എത്രയും പെട്ടെന്ന് അതിന്റെ പണി പൂർത്തിയാക്കിയേ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്.